اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലേക്ക് എത്തിപ്പെടാനും റമദാനിലെ വ്രതമനുഷ്ഠിക്കാനും നമുക്ക് സാധിച്ചു എന്നത് വലിയ ഭാഗ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ പരമാവധി അള്ളാഹുവിങ്കലേക്ക് അടുക്കാനും വിശുദ്ധ ഖുർആൻ പാരായണത്തിനും പ്രാർത്ഥനക്കും നന്മക്കുമൊക്കെ സമയം കണ്ടെത്തുന്നു എന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. റമദാനിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടത് നിരന്തരമായി നമ്മുടെ നാവിലൂടെ വരുന്ന, നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും കൂടിച്ചേരുന്ന നമ്മുടെ പ്രാർത്ഥനകളാണ്. കേവലം എന്തെങ്കിലും ഉച്ചരിക്കുന്നു എന്നതിനപ്പുറം നാം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയോടുകൂടി നമ്മുടെ മനസ്സിൽ തട്ടി മനസ്സറിഞ്ഞ് ഏകാഗ്രമായ മനസ്സിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്ത ചില തിന്മകളുണ്ടാകും. നന്മകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ നന്മയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയാതെ അബദ്ധവശാൽ ചെയ്തു പോയ പാപങ്ങൾ ഉണ്ടാകാം. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹുവേ, ഇതൊക്കെ എന്നിൽ നിന്ന് സംഭവിച്ചതാണ്, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണ്, സാഹചര്യവും സന്ദർഭവും അങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് റബ്ബേ, എനിക്ക് നീ ഇത് പുറത്തു തരണം റബ്ബേ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടി ആവർത്തിച്ചാവർത്തിച്ച് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ എന്ന്
മനസ്സിൽ തട്ടി ഒരുപാട് പ്രാവശ്യം നാം ആവർത്തിച്ചു പറഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീര് വരും. യാതൊരു സംശയവുമില്ല, നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീര് വരും. നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം, നമ്മുടെ പോരായ്മകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം 100-ലധികം പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് അള്ളാഹുവിനോട് എല്ലാ ദിവസവും പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ റമദാനിൽ എത്ര പ്രാവശ്യം പറയണം? അതിനുള്ള സമയം ഈ റമദാനിൽ നാം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ എന്നാൽ അർറുജൂഇ ഇലല്ലാഹി തആല വ തറക്കൽ മഅസിയ എന്നാണ്. തൗബ എന്നാൽ റുജൂഅൻ, മടക്കമാണ്. നാം പോകുന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കി ശരിയായ വഴിയിലേക്കുള്ള സഞ്ചാരമാണ് തൗബ. നാം പോകുന്ന വഴി ശരിയാണോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. റമദാനിന് മുൻപ് നാം സഞ്ചരിച്ചിരുന്ന എല്ലാ വഴികളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളെക്കുറിച്ചും നമ്മെ അള്ളാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വഴിയായിരുന്നോ നമ്മുടേത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ നാം സ്വയം ആലോചിച്ചു നോക്കുമ്പോൾ ചില വഴികളൊന്നും എന്റേത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ശരിയായ വഴി? ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനി മുതൽ റബ്ബേ ഞാൻ സഞ്ചരിക്കും എന്ന ദൃഢപ്രതിജ്ഞയാണ് തൗബയുടെ ഒന്നാമത്തെ മാനദണ്ഡം. ഞാൻ ഇനി നന്മയിൽ സഞ്ചരിക്കുമെന്ന ദൃഢപ്രതിജ്ഞ നാം എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്ത ഒരു തെറ്റ്, ഒരു കുറ്റം ഈ ലോകത്തൊരു മനുഷ്യനോട് നാം പറയേണ്ടതില്ല എന്നത് ഈ മതം നമുക്ക് നൽകുന്ന ഒരു അഭിമാന ബോധമാണ്. ഒരു മനുഷ്യനോട് പറയണ്ട, ഒരു പുരോഹിതനോട് പറയണ്ട, ഒരു ഖാദിയോട് പറയണ്ട, ഒരു നേതാവിനോട് പറയണ്ട. നേരിട്ടുകൊണ്ട് രഹസ്യമായി അള്ളാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശുദ്ധീകരിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ ആരാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നവർ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയായിരിക്കും എന്നത് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് മനുഷ്യൻ വിലയിരുത്തേണ്ടതില്ല എന്ന്. മനുഷ്യരെ മനുഷ്യർ വിലയിരുത്തേണ്ടതില്ല. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ശ്രദ്ധയും ജാഗ്രതയുമുള്ള ആളുകളായി അള്ളാഹുവിങ്കലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? നമ്മുടെ മനസ്സിന് ഒരു നൈർമല്യം, നമ്മുടെ മനസ്സിന് ഒരു നല്ല അവസ്ഥാവിശേഷം കൈവന്നിട്ടുണ്ടോ? എന്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കണം, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എന്റെ റബ്ബിനോട് എനിക്ക് പറയണം, എന്റെ ആവശ്യങ്ങളെല്ലാം എന്റെ റബ്ബിനോട് എനിക്ക് ആത്മാർത്ഥമായി പറയണം. കടമ കഴിക്കാനല്ല, വളരെ ആത്മാർത്ഥമായി. നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാം, അറബിയിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മതം നമുക്ക് തന്ന ആനുകൂല്യം. നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനകളും പാപമോചന പ്രാർത്ഥനകളും നടത്തുവാൻ അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ, നബിയെ നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധാരാളം തെറ്റ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ദാസാ. അതാണ് യാ ഇബാദി, എന്റെ പ്രിയപ്പെട്ട അടിമേ. അതാണ് ഇബാദി, എന്റെ അടിമേ. ആരെ വിളിക്കുന്നത്? അല്ലാഹ് നമ്മെ വിളിക്കുകയാണ്.
അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ഒരുപാട് തെറ്റുകൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്ത മനുഷ്യനെ റബ്ബ് വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അടിമേ എന്നാണ്. അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ഒരു മുതലാളിയോട് ഒരു തൊഴിലാളി എന്തെങ്കിലും ചെയ്താൽ എങ്ങനെയായിരിക്കും ആ കമ്പനിയിൽ നിന്നൊരു മുതലാളി തൊഴിലാളിയെ പുറത്താക്കുക? അതാണ് നമുക്ക് അള്ളാഹു പകത്ത് നൽകിയ കാരുണ്യത്തിന്റെ ചെറിയ ഒരംശം. നമുക്കതിന് കഴിയൂല, പക്ഷെ അള്ളാഹ്ക്ക് അതിന് കഴിയും. എന്നിട്ട് അള്ളാഹു പറയുന്നത് അസ്റഫു അലാ അൻഫുസിഹിം. എന്താണ് ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ? കുലു വസ്റബു വലാ തുസ്രിഫു എന്നൊക്കെ പറഞ്ഞാ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, അമിതമാകരുത്. അപ്പൊ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ഒരു തെറ്റല്ല, രണ്ട് തെറ്റല്ല, ഒരുപാട് തെറ്റുകളല്ല, തെറ്റുകളുടെ ധാരാളിത്തം കൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട എന്റെ അടിമേ. അപ്പൊ എത്ര വലിയ കുറ്റവാളിയെയാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. എത്ര തെറ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോ മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലൊരു വിചാരം ഉണ്ടാവും, പടച്ചോനെ ഞാൻ ചെയ്തതൊക്കെ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ? അപ്പൊ അള്ളാഹു ആദ്യം തന്നെ പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ. മനോഭാവത്തെ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. നമ്മളെന്താ വിചാരിക്കുള്ളൂ അറിയോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കുറെ പറഞ്ഞു നോക്കുക, സ്വീകരിക്കണേ സ്വീകരിക്കട്ടെ, സ്വീകരിച്ചിട്ടില്ലേ സ്വീകരിക്കണ്ടെന്ന് വിചാരിക്കും. അവിടെ മനോഭാവത്തെ മാറ്റാണ് റബ്ബ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾക്ക് യാതൊരു നിരാശയും വേണ്ട കേട്ടോ, ഒരു നിരാശയും വേണ്ട. എന്നിട്ട് അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ആ അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ്. ഈ ആയത്ത് നമ്മൾ ഓർക്കണം. എന്നിട്ട് നാം നമ്മെ ശുദ്ധീകരിക്കണം. നാം ചെയ്ത പാപങ്ങളെല്ലാം റബ്ബിനോട് വളരെ ആത്മാർത്ഥമായി പറയുക എന്നതാണ് ഈ റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ടത്. എല്ലാം അള്ളാഹു പുറത്തു തരും. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അള്ളാഹു ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സന്നിവേശിപ്പിക്കുന്ന അവന്റെ മനസ്സുണ്ട്, ഹൃദയമുണ്ട്, ചിന്തയുണ്ട്. അതെത്ര ശുദ്ധമാണ്! അവന്റെ ഹൃദയം തെറ്റ് ചെയ്യാത്ത ഹൃദയമാണ്. അതുപോലെ റമദാൻ അവസാനിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഹൃദയത്തെയാക്കും, ഒരു പാപവും ഇല്ലാത്ത മനുഷ്യനാക്കി തീർക്കും. അതിനാണ് റമദാൻ. അതാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ്. കംപ്ലീറ്റ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും, അല്ലാഹു വേറൊരു ആയത്തിലൂടെ പറയാ, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത മനുഷ്യന്മാർ, ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്നവർ. തെറ്റിനെ എപ്പോഴും അല്ലാഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തുക. തെറ്റ് ചെയ്യുന്നത് ആരോടാ? സ്വന്തത്തോടാണ്. ആത്മഹത്യക്ക് വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ എന്താ വിചാരിക്കുക? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഒന്ന് അനുഭവിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് ഒന്ന് അനുഭവിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്റെ മാതാപിതാക്കളൊന്ന് അനുഭവിക്കട്ടെ. അത് വെറും വിചാരമാണ്. ഒരു 4 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മറക്കന്നെ ചെയ്യും. തെറ്റിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തത്തോടാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് അനുഭവിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ആരനുഭവിക്കട്ടെ? ആര് പഠിക്കട്ടെ? അള്ളാഹുവിന് വേണ്ടി തഹ്മീദ് അർപ്പിക്കാൻ എത്ര മാലാകമാരുണ്ട്. അള്ളാഹുവിന്റെ അർശിന് യാതൊന്നും സംഭവിക്കൂല. തെറ്റിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തത്തോടാണ്. ഒരു വേണ്ടാത്തരം ചെയ്താൽ സ്വന്തത്തോട് ഒരു തെറ്റ് ചെയ്തു, വ്യഭിചരിച്ചാൽ സ്വന്തത്തോട്, പലിശയുമായി ബന്ധപ്പെട്ടാൽ സ്വന്തത്തോട്, കളവ് നടത്തിയാൽ സ്വന്തത്തോട്, എല്ലാം അവനവനോടുള്ളതാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه, ഞാൻ ഗ്രന്ഥം നൽകിയ ആളുകളിൽ 3 ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. അല്ലാഹു പറയാം ഹുമ്മ എന്ന് പറയാൻ കാരണം, മുൻകാലങ്ങളിൽ നൽകിയ വേദഗ്രന്ഥക്കാരെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു ഖുർആൻ നൽകിയ നമ്മെ കുറിച്ച് പറയണം. ഔറത്തിനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ 3 ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന്, വാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്നവർ.
മുഖ്തസിദുൻ, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നവർ, സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുൻകടക്കുന്നവർ. അപ്പൊ സ്വന്തത്തോടാണ് തെറ്റ്. അതാണ് ഖുർആൻ പറഞ്ഞത്. വളരെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത മനുഷ്യ, സ്വന്തത്തോട് അക്രമം ചെയ്ത മനുഷ്യ, നീ അല്ലാഹുവിനെ ഒന്ന് ഓർത്താൽ മതി. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ, ഒരു മനുഷ്യനെ വിമലീകരിക്കാൻ, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും സാധിക്കുകയില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യന്റെ പോക്കറ്റിലെ പണം ഏറ്റവും കൂടുതൽ ചൂഷണക്കാർ അടിച്ചു മാറ്റുന്നത് എന്തിന്റെ പേരിലാ? ഉഷാറാകാൻ. പല കേന്ദ്രങ്ങളും തെരഞ്ഞു മനുഷ്യന്മാർ ഒരാവേശം കൂടുമ്പോ യാത്ര പോകുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഒന്ന് കൊടുത്താലും വേണ്ടിയില്ല. ഇല്ല, ഏതെങ്കിലുമൊക്കെ ഇടയാളന്മാർ ഇല്ല. അള്ളാഹുവിനോട് നേരിട്ട് പറയാ, വേറെ ആരുടെയും ആവശ്യമില്ല, അള്ളാഹു പുറത്തു തരും. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഒരിക്കലും അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോ ആ പാപത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയരുത്. നമ്മുടെ മനസ്സിലേക്ക് വരണം, പടച്ചോനെ ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കൂല. അത് പറയുമ്പോൾ ആ പറച്ചിൽ 99% അല്ല, 100% ആത്മാർത്ഥമാകണം. ഒരു പക്ഷേ ജീവിതത്തിൽ പിന്നെയും അങ്ങനെ സംഭവിക്കാം. പക്ഷെ അതപ്പം നമ്മുടെ മനസ്സിലുണ്ടാകരുത്. നമ്മൾ ക്ലിയർ ആകുകയാണ്, ശരിയാകുകയാണ്, നന്നാകുകയാണ്. എന്റെ ഈ പാപം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിചാരണ ചെയ്യരുത് എന്ന വിചാരം ഉണ്ടായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കുറച്ചേരം പള്ളിയിൽ ഇരുന്നാ മതി, നമുക്കൊന്ന് തറാവീഹിന് വന്നാ മതി. ആ തറാവീഹിന്റെ സുജൂദിൽ ഇമാമ് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 പ്രാവശ്യം ചൊല്ലുന്നതിൽ നമുക്കൊരു 3 പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും സമയമുണ്ട്. നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ സുന്നത്ത് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. നമുക്ക് നമസ്കാരം കഴിഞ്ഞ് എന്നും എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു 10 മിനിറ്റ് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തുടങ്ങുന്ന പാപമോചന പ്രാർത്ഥനകൾ പറയുക എന്നത് നമുക്കാകെ ഇതിന് മുടക്കുള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിലോ അള്ളാഹു പറയണം, നിഷേധികളായ ആളുകൾ അവര് നാളെ പരലോകത്ത് എന്തിനും റെഡിയാകും. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിത്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. നാളെ പരലോകത്ത് മനുഷ്യന്മാർ വിചാരിക്കും, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ എന്റേതാണെങ്കിൽ, പിന്നെ അത്രയും എന്റേതാണെങ്കിലും ഞാൻ അതൊക്കെ നൽകി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോചന ദ്രവ്യമായി എന്റേതെല്ലാം ഞാൻ നൽകും എന്ന് മനുഷ്യൻ വിചാരിക്കുന്ന സമയമാണ്. പക്ഷെ അള്ളാഹു ഒന്നും സ്വീകരിക്കൂല. ആ സമയത്ത് മനുഷ്യന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് പണമുള്ള ആളുകൾക്ക് ഇപ്പൊ വല്ലാതെ പരാതി തോന്നേണ്ട ആവശ്യമില്ല. ഇല്ല, കാരണം എന്താ? നമുക്കുള്ളത് കൊണ്ടാണ്. ഉണ്ടോ? നമ്മളോട് ചോദിക്കാം, നമ്മുടെ അടുത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. നമ്മുടെ അടുത്ത് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. നമ്മൾ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തണ്ട. ഉണ്ടോ? നമ്മളൊരു 500 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് റമളാൻ അല്ലാത്ത കാലത്തൊരു കണക്കുണ്ട്. അത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ്. റമളാനിൽ അതിന് കണക്കില്ല കൂലി. നമ്മളടുത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി നൽകുക, ഇല്ലെങ്കിലോ കൊടുക്കാതിരിക്കുക. കാരണം അതുകൊണ്ട് കാര്യമല്ല. നമുക്ക് കാര്യം കിട്ടുന്ന നമ്മുടെ ഒരു അമല് കൊണ്ട്, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ലാഭമുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മനുഷ്യൻ വിചാരിക്കും, ഈ ലോകത്തുള്ളത് മുഴുവൻ തന്നാലും അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യർ ചോദിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ റബ്ബിനോട് ഇങ്ങനെ മനസ്സിൽ തട്ടി ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്നത്, അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി. നമ്മൾ പറയുന്നതാണ് നിസ്കാരത്തിൽ. ഇപ്പൊ സുന്നത്ത് നിസ്കരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും, അല്ലാഹുമ്മ അഗ്ഫിർലി, പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. വർഹംനി, എന്നോട് നീ കാരുണ്യം കാണിക്കണം റബ്ബേ.
അല്ലാഹുവേ എന്റെ അടുത്ത് സംഭവിച്ച ചെറിയ ചെറിയ തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ നീ പരിഹരിക്കണം റബ്ബേ. വഹ്ദിനി എന്നെ നീ സന്മാർഗത്തിലാക്കണം റബ്ബേ. വആഫിനി എന്റെ ശരീരത്തിന് രോഗങ്ങളിൽ നിന്ന് നീ സംരക്ഷിച്ച് നീ സൗഖ്യം നൽകണം റബ്ബേ. വർസുഖ്നി എനിക്ക് നീ ഉപജീവന മാർഗം നൽകണം റബ്ബേ. ദുനിയാവും പറഞ്ഞു, ആഖിറത്തും പറഞ്ഞു. പക്ഷെ പറയുമ്പോൾ നമ്മളത് അങ്ങനെ പറയണം. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അതിൽ എത്ര നമ്മുടെ ഒരു ആവശ്യമാണെങ്കിൽ അതിൽ എത്ര നമ്മൾ ആത്മാർത്ഥത കാണിക്കും, അതുപോലെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു പറയണം. മനസ്സിൽ തട്ടി പറയണം, ഏകാഗ്രമാകണം. നമ്മൾ ഇരിക്കുമ്പോ ഞാൻ എന്റെ റബ്ബിനോടാണ് പറയുന്നത് എന്ന ബോധം ഉണ്ടാകണം. എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുള്ള ലോകം ഉണ്ടാകും, സന്തോഷത്തിന്റെ ഒരു ലോകം വരാൻ. നമ്മൾ പറയാറില്ലേ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിലേക്കും മാറ്റിവെക്കുന്ന ഒരു സന്ദർഭം. ഇത് നിരീശ്വരവാദികൾ കേൾക്കുമ്പോ ചിരിക്കും, അവർ ചിരിക്കും. ഇതര മതസ്ഥരായ ആളുകൾ കേൾക്കുമ്പോ അവര് മനസ്സിൽ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ലോകമുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുകയും അതുണ്ട് എന്ന് ഉറപ്പുള്ളതുമായ ഒരു ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, മനുഷ്യന്മാർ ഇങ്ങനെ സംഘം സംഘമായി അള്ളാഹുവിങ്കലേക്ക് ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭം. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ ആ മനുഷ്യന്മാർ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോൾ, സുമർ എന്ന് പറഞ്ഞ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരാ, സൂറത്തു സുമർ. സംഘം എന്നാണ് അതിന്റെ അർത്ഥം. സംഘങ്ങളായി ഇങ്ങനെ വരും. അതിൽ മരിച്ചുപോയ കുടുംബം, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്കറിയുന്നവർ എല്ലാവരും ആ സംഘത്തിൽ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. സംഘങ്ങളായി വരുമ്പോ ആ സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. ഒരു വാതിലല്ല, 8 വാതിലുകൾ സ്വർഗത്തിനും. എല്ലാ വാതിലുകളും അള്ളാഹുവിന്റെ മാലാകമാർ തുറന്നു വെച്ചു കൊടുക്കും. അതിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും ത്വിബ്തും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരായി കൊള്ളുക. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ മാത്രല്ല, നമ്മുടെ സംഘത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകണം, നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകണം, നമ്മുടെ സഹോദരികൾ ഉണ്ടാകണം, നമ്മുടെ ഭാര്യമാർ ഉണ്ടാകണം, നമ്മുടെ മക്കൾ ഉണ്ടാകണം, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകണം. ഇവിടെ മാത്രം നമുക്ക് സംഘം കൂടി കമ്പനി അടിച്ച് രസവും ചിരിയും കളിയും ഉണ്ടായാൽ പോരാ. ആ സംഘത്തിൽ എല്ലാവരും ഉണ്ടാകണം. നമുക്ക് ശാന്തതയും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമെന്നാണ്. ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിലേക്ക് അല്ലാഹു മനുഷ്യരെ പ്രവേശിപ്പിക്കും. ആരെ? വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ല ഉപ്പമാരെ, വഅസ്വാജിഹിം, അവരുടെ ഇണകളെ, വദുരിയാതിഹിം, അവരുടെ മക്കളെ. എല്ലാരും നമുക്ക് വേണം. ഒരാളായിട്ട് പറ്റുമോ? കുടുംബത്തിൽ നിന്ന് 4-5 ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഒരു മകൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സങ്കടമാണ്. എങ്ങനെയാണ് ഒരു ഉമ്മ അത് സഹിക്കുക? എങ്ങനെയാണ് ഒരു ബാപ്പ അത് സഹിക്കുക? എന്താ കാരണം? ലഹരിയാണ് കാരണം. അധിക പ്രശ്നങ്ങളുടെയും നാരായ വേര് ലഹരിയാണ്. അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ എത്ര ശ്രദ്ധിക്കണം, നമ്മൾ എത്ര കരുതണം. നമ്മൾ കടയിൽ നിന്നൊരു ചെടിച്ചട്ടിയും ചെടിയും വാങ്ങി ആ ചെടിച്ചട്ടിയിൽ ഒരു ചെടി വളർത്താൻ, ഒരു ഭംഗിയുള്ള ഒരു ഇലയുണ്ടാകാൻ നാം ശ്രമിക്കുന്ന ഒരു ശ്രമവും അധ്വാനവും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ചെടി വളർത്താൻ രാവിലെ പോയി നോക്കുന്നു, നനക്കുന്നു, കാണുന്നു, ആസ്വദിക്കുന്നു. ഒരു ചെടി. മക്കളോ എത്ര ടൈം കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കൾ? എത്ര സമയം ഇരിക്കുന്നുണ്ട്? എത്ര സമയം സംസാരിക്കുന്നുണ്ട്? ഒരാവശ്യമില്ലെങ്കിലും ഒരു കൊല്ലത്തിൽ മഗ്‌രിബിന് മുൻപ്, മഗ്‌രിബിന് ശേഷം, നിസ്കാരം കഴിഞ്ഞ ഉടനെ 365 ദിവസത്തിൽ രാത്രി നേരത്തെ വീട്ടിലെത്തുന്നത്ര ഉപ്പമാരുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചു നോക്കുക.
എല്ലാരും ഉണ്ടാവുക സ്വർഗത്തിൽ എന്നാണ്. നന്നായാൽ ഉപ്പമാരുണ്ടാകും, ഇണകളുണ്ടാകും, മക്കളുണ്ടാകും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങളിലും അല്ലാഹുവിന്റെ മാലാകമാരുണ്ടാകും. അവർ പറയും സലാമുൻ അലൈക്കും. ഇത് ഖുർആനിലെ വേറെ ആയത്താ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. എന്തിന്? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചില്ലേ? നിങ്ങൾ എന്തൊക്കെ ക്ഷമിച്ചു? നിങ്ങളൊരു മുസ്ലിം ആയതിന്റെ പേരിൽ, ഒരു വിശ്വാസിയായതിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ ക്ഷമിച്ചു? ആളുകൾ ഹറാമും ഹലാലും ഇല്ലാതെ ക്യാഷ് ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ നിങ്ങളോട് പറഞ്ഞില്ലേ പണം വേണോ, അതിനിങ്ങനെ ഇസ്ലാം നോക്കിയാൽ നടക്കൂല എന്ന് പറഞ്ഞില്ലേ? പക്ഷേ നിങ്ങൾ മതം നോക്കിയില്ലേ? നിങ്ങൾ ഇസ്ലാം നോക്കിയില്ലേ? നിങ്ങൾ ഖുർആൻ നോക്കിയില്ലേ? മനുഷ്യർ ഇങ്ങനെ ആഡംബരത്തോടുകൂടി പലിശയുമായി ബന്ധപ്പെട്ടപ്പോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോ ഇതൊക്കെ കുറച്ച് വേണ്ടിയെന്ന് പറയുമ്പോ നിങ്ങൾ പോയില്ലല്ലോ. നിങ്ങളുടെ മനസ്സിൽ നല്ല ഒരു വാഹനം ആഗ്രഹമില്ലായിരുന്നോ? നല്ല ഒരു വീട് ആഗ്രഹമില്ലായിരുന്നോ? നല്ല ആഡംബരം ആഗ്രഹമില്ലായിരുന്നോ? നിങ്ങൾ പോയില്ലല്ലോ. ഇല്ല, അതാണ് നിങ്ങളുടെ ക്ഷമ. എന്തൊക്കെ ക്ഷമിച്ചു നിങ്ങൾ? എന്തൊക്കെ ക്ഷമിച്ചു? മുസ്ലിമായതിന്റെ പേരിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടില്ലേ? പീഡിപ്പിക്കപ്പെട്ടില്ലേ? നിങ്ങൾ ക്ഷമിച്ചില്ലേ? ക്ഷമക്കുള്ളതാണ്. ഇസ്ലാമിക സംസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ പേരിൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന് നിങ്ങളെ പരിഹസിച്ചില്ലേ? പരിഹസിച്ചു. നിങ്ങൾ ക്ഷമിച്ചതിനാണ് നിങ്ങൾക്ക് ഈ സ്വർഗം. എത്ര അനുഗ്രഹീതമാണ് ഈ സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമ്മെ വിമലീകരിക്കാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടതൊക്കെ റബ്ബിനോട് പറയുക. മനുഷ്യരുമായി ബന്ധപ്പെട്ടതോ വഇൻ കാനത് ഫീ ഹഖ്ഖിൽ മഖ്ലൂഖി തുഹല്ലിലു മിൻ സാഹിബിഹാ, മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യരോട് നമ്മൾ പറഞ്ഞു തീർക്കണം. വയകൂനു ദാലിക ബിറദ്ദിഹാ ഇലൈഹി, പണമാണോ തിരിച്ചു കൊടുക്കണം. വയത്ലുബുൽ മുസാമഹത്തു മിൻഹു, മാപ്പ് തരേണ്ടതാണോ മാപ്പ് ചോദിക്കണം. മറ്റൊരാളുടെ പണം പോക്കറ്റിലിട്ട് അത് തിരിച്ചു കൊടുക്കാതെ വളവും കൗശലവും കാട്ടി അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോ അപ്പുറത്തൊരാൾ വേറെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കണേ, വേറൊരാളും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ എന്റെ പണം അയാൾ അനർഹമായി പിടിച്ചു വെച്ചു, അല്ലാഹുവേ എനിക്ക് നീ നീതി നൽകണമേ എന്ന് പറയുമ്പോ റബ്ബ് ആരുടെ കൂടെ നിൽക്കും? അല്ലാഹു നീതിയുടെ കൂടെ നിൽക്കും. പണമാണോ കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കണം. അത് തന്നവന്റെ ഹക്കാണ്, അവകാശമാണ്. വളരെ പ്രധാനപ്പെട്ട അനന്തര സ്വത്താണോ? ദുർബലരായ സഹോദരിമാർ, ദുർബലരായ സഹോദരന്മാർ ബാപ്പയുമായി ചാഞ്ഞും അടുത്തും ഒപ്പിടുത്തും ഒപ്പിടാതെയുമൊക്കെ എഴുതിയും അല്ലാതെയും ഓരിവച്ചും നല്ല സ്ഥലവും ആകാത്തതുമൊക്കെ കണക്കാക്കി അനീതിയുള്ളത് കൈപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരിമാർ, അപ്പുറത്ത് ദുർബലരായ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഹക്ക് അവർക്കുള്ളതാണ്. ഒന്നിച്ച് പാർട്ട്ണർഷിപ്പിൽ കച്ചവടം തുടങ്ങിയതാണോ? ഒക്കെ ആണ്. പിന്നെ എങ്ങനെ ഒരാളെ ഒഴിവാക്കി? യുക്തിയോടുകൂടി ഒഴിവാക്കി, കൗശലത്തോടുകൂടി ഒഴിവാക്കി, നൈസിൽ സൈഡാക്കി. അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി. അയാളുടെ ഹക്കാണ്, അയാളുടെ ഹക്കാണ്. ഓരോന്നും അനധികൃതമായ സമ്പാദനം, അത് പൊതു സ്വത്താണെങ്കിലും ഗവൺമെന്റിന്റേതാണെങ്കിലും ഏതും നമുക്കർഹതപ്പെട്ടതാണ് അല്ലാത്തതാണോ അത് ഒരിക്കലും നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റില്ല. മറ്റുള്ളവരുടെ അഭിമാനം, ഭർത്താവിനെ വഞ്ചിച്ചവർ, ഭാര്യയെ വഞ്ചിച്ചവർ, ഭർത്താവിന്റെ മുഴുവൻ പണവും 2-3 വർഷം പ്രവാസ ലോകത്ത് നിന്ന് അനുഭവിച്ച് മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഭർത്താവ് അറിയാതെ ജീവിതം പങ്കിട്ടവളാണോ? റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. മാന്യമായി ജീവിച്ച, ഭർത്താവിന് വേണ്ടി മാത്രം എല്ലാ ആഗ്രഹങ്ങളുമായി ജീവിച്ച ഒരു ഭാര്യ, അവളെ വഞ്ചിച്ച ഭർത്താവാണോ? അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. മനുഷ്യരുമായിട്ടുള്ള ഹക്കിടപാടുകൾ അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തീർക്കണം. ഉമ്മയോട് പിണങ്ങിയവർ, ബാപ്പയോട് തെറ്റിയവർ, സഹോദരനെ കണ്ടാൽ തിരിഞ്ഞു നടക്കവർ, ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായി പിറന്ന് സന്തോഷം പങ്കിട്ടവൾ, സന്തോഷത്തോടുകൂടി ഉമ്മയും ഉപ്പയുമുള്ള കാലത്ത് സഹോദരിയും സഹോദരനുമായി ജീവിച്ചവർ, സമ്പത്തിന്റെ പേരിൽ, ചെറിയ പിണക്കത്തിന്റെ പേരിൽ തെറ്റി നടക്കുന്നവർ ശ്രദ്ധിക്കണം നമ്മൾ. അതാണ് ക്ഷമ എന്ന് പറയുന്നത്.
ആ ക്ഷമക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം നൽകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്ന സമയം ഇന്നല്ലാഹ യഖ്ബലു തൗബത്തിൽ അബ്ദ് മാ ലം യുഗർഗിർ. യുഗർഗിർ എന്ന് പറഞ്ഞാൽ അതൊരു ശബ്ദം, അത് പിന്നെ ഒരു അറബി പദമായതാണ്. ഗറഗറ, അവസാനം സക്കറാത്തിന്റെ സമയത്ത് ഇവിടെ നിന്ന് വരുന്ന ഒരു ശബ്ദമുണ്ട്. അതിനാണ് ഗർഗറ എന്ന് പറയുന്നത്. ആ ശബ്ദം വന്നാൽ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കുകയില്ല. കാരണം ആ തൗബ ഫിർഔൻ നടത്തിയിട്ടുണ്ട്. ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങുമ്പോ ഞാൻ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസയുടെ റബ്ബിലും വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയമുള്ള ഈ വിശുദ്ധ റമദാനിൽ അല്ലാഹുവിനോട് വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പാപമോചനം നടത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.